ഋഗ്വേദ ശ്ലോകങ്ങൾ അഗ്നി, ഇന്ദ്രൻ, മിത്രൻ, വരുണൻ തുടങ്ങിയ മറ്റു ദൈവങ്ങളെയും സ്തുതിക്കുന്നു. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യൻ, ശൂദ്രൻ എന്നീ 4 വർണ്ണങ്ങൾ സൃഷ്ടാവിന്റെ വായ, കൈകൾ, തുടകൾ, പാദങ്ങൾ എന്നിവയിൽ നിന്ന് അതേ ക്രമത്തിൽ എങ്ങനെ രൂപപ്പെട്ടുവെന്ന് വിവരിക്കുന്ന ഐതിഹാസിക പുരുഷ സൂക്തം ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഋഗ്വേദത്തിൽ അറിയപ്പെടുന്ന ഗായത്രി മന്ത്രവും അടങ്ങിയിട്ടുണ്ട്. ഋഗ്വേദത്തിന്റെ ആദ്യ ലിഖിത സമാഹാരത്തിന്റെ കൃത്യമായ തീയതി അനിശ്ചിതത്വത്തിലാണ്. ഋഗ്വേദത്തിന്റെ ഏറ്റവും പഴക്കം ചെന്ന കയ്യെഴുത്തു പ്രതികൾ നേപ്പാളിൽ നിന്നുമാണ് കണ്ടെത്തിയത്. അവ ഏകദേശം പൊതുയുഗമായ 1040 മുതലുള്ളതാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഋഗ്വേദത്തിന്റെ വർഗീകരണം ഇപ്രകാരമാണ്. ഋഗ്വേദത്തെ 10 മണ്ഡലങ്ങളായി അഥവാ ഗ്രന്ഥങ്ങളായി തരംതിരിക്കപ്പെട്ടിരിക്കുന്നു. ഇവയെ അനുഭാഗങ്ങൾ അഥവാ വിഭാഗങ്ങൾ, സൂക്തങ്ങൾ അഥവാ ഗീതങ്ങൾ എന്നിങ്ങനെ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. മണ്ഡലങ്ങൾ കാലക്രമത്തിൽ ക്രമീകരിച്ചിട്ടില്ല. പകരം അവയുടെ നീളവും ഉള്ളടക്കവും അനുസരിച്ചാണ് അവ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. ആദ്യത്തെ 4 മണ്ഡലങ്ങൾ ഏറ്റവും പഴയതാണ്. അവയിൽ പ്രധാനമായും ദൈവങ്ങളെ ആരാധിക്കുന്ന സ്തുതിഗീതങ്ങൾ അടങ്ങിയിരിക്കുന്നു. പിന്നീടുള്ള മണ്ഡലത്തിൽ അതത് വിഷയത്തിൽ കൂടുതൽ വൈവിധ്യമുള്ള ശ്ലോകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും പ്രത്യേക ദൈവത്തെ അഭിസംബോധന ചെയ്യാത്ത സ്തുതികളും ഇവയിൽ ഉൾപ്പെടുന്നുണ്ട്.